നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2025-26 വാർഷിക പദ്ധതി വികസന സെമിനാർ നടത്തി. സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലെ ആദ്യത്തെ AI ക്യാമ്പസാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ പോലീസ് പിടികൂടി. കയർ ഭൂവസ്ത്ര വിതാനം ജില്ലാതല ഏകദിന സെമിനാർ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മാള പൊയ്യയിൽ വീട്ടിൽ അനധികൃതമായി നിർമ്മിച്ചിരുന്ന പടക്കം പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2025-26 വാർഷിക പദ്ധതി വികസന സെമിനാർ നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ സെമിനാർ MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. കില റിസർവ് സെന്റർ അസോസിയേറ്റ് കോർഡിനേറ്റർ KU സുകന്യ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ വികസന നയം അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടെസി ഫ്രാൻസിസ്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TA വേലായുധൻ, പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു G നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താനായിട്ട് സാധിച്ചു. ഒരു കാലഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരുന്ന പല കാര്യങ്ങളും പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരുപാട് ഭൗതികമായ വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ കഴിയുമെന്ന് നമുക്ക് എല്ലാവർക്കുമായി വിവിധ ഘട്ടങ്ങളിലായി ജനകീയാസൂത്രണ കാലഘട്ടങ്ങളിലൂടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകാനും വീടില്ലാത്തവർക്ക് വീടുകൾ നൽകാനും അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കാനും നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മുൻഭരണ സമിതിയുടെ കാലത്ത് ഇങ്ങോട്ട് ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും പരിശോധിച്ച് നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ കാണാൻ കഴിയും. മുന്നുള്ള എല്ലാ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയും അതുപോലെ പ്രസിഡന്റുമാരെയും ഞാൻ ഈ സമയം ഓർക്കുകയാണ്. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ പോലീസ് പിടികൂടി. ഉണ്ടപ്പൻ എന്നറിയപ്പെടുന്ന കൊടകര പഴമ്പള്ളി സ്വദേശി ഇരിങ്ങപ്പിള്ളി വീട്ടിൽ രമേശിനെയാണ് പോലീസ് പിടികൂടിയത്. 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ചാലക്കുടി, പരിയാരം, കൊടകര തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രവേശിച്ച് കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാലാണ് രമേശിനെ കൊടകര പോലീസ് ഇൻസ്പെക്ടർ PK ദാസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. വിവിധ സ്റ്റേഷനുകളിലായി വധശ്രമ കേസിലും അടിപിടി കേസിലും 2022-ൽ പാലേക്കര ടോൾ പ്ലാസ പൊളിച്ച കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ബിനു പൌലോസ്, ആഷ്ലിൻ, പോലീസ് ഉദ്യോഗസ്ഥരായ സഹദ്, ശ്രീജിത്ത് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലെ ആദ്യത്തെ AI ക്യാമ്പസാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. AI ഉപയോഗത്തിലൂടെ വൈജ്ഞാനിക സമൂഹത്തെ വളർത്തിയെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും പരിശ്രമിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിനെ ഇന്റൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർട്ടിഫൈഡ് ക്യാമ്പസായി ഉയർത്തുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. യുവാക്കൾക്ക് സർഗാത്മകമായ സംവേദനത്തിൽ നിലനിൽക്കുന്ന ആശയങ്ങൾ അവരുടെ സർഗമുഖത്ത് വൈജ്ഞാനികമായ ആശയങ്ങളുടെ ചക്രവാളങ്ങൾ വികസിപ്പിക്കുന്നതിന് AI ഇന്നോവേഷൻ സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ലോകോത്തര ബ്രാൻഡുകളായ ഇന്റലും ഡെല്ലും സഹൃദയവുമായി സഹകരിച്ച് ആധുനിക സാങ്കേതിക വിദ്യയിൽ മികവാർന്ന AI സെന്ററോടുകൂടി സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമ്പസായി. ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് ബാർപോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. സൌത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും CEOയുമായ PR ശേഷാദ്രി മുഖ്യപ്രഭാഷണം നടത്തി.
സഹൃദയ കോളേജിനെ കേരളത്തിലെ ആദ്യ ഇന്റൽ സർട്ടിഫൈഡ് AI ക്യാമ്പസായി ഡെല്ലിന്റെ പ്രതിനിധി അഷിത് ശിവദാസൻ പ്രഖ്യാപിച്ചു. കേരളത്തിൽ ആദ്യമായി എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലെയും വിദ്യാർത്ഥികൾക്കായി AI സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നടപ്പാക്കിയ ക്യാമ്പസായി സഹൃദയ മാറി. കൂടാതെ 25 അധ്യാപകർ ഇന്റൽ പരിശീലനത്തിൽ പങ്കെടുത്ത് സർട്ടിഫൈഡ് ഫെസിലിറ്റേറ്റർമാരായി. AI സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ബാച്ചിലെ 350ഓളം വിദ്യാർത്ഥികൾക്കും പരിശീലനം പൂർത്തിയാക്കിയ അധ്യാപകർക്കും സർട്ടിഫിക്കറ്റ് നൽകി. PG ഡിപ്ലോമ ഇൻ ഡാറ്റ സയൻസ് ആൻഡ് ഇന്റലിജൻസ് സിസ്റ്റംസിന്റെ ബ്രോഷറിന്റെ മുഖ്യ പ്രകാശനവും മെഡ്സെൽ കമ്പനിയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ആന്റോ ചുങ്കത്ത്, ഡയറക്ടർ ഡോക്ടർ ലിയോൺ ഇട്ടിയച്ചൻ, പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ കുരുവിള എന്നിവർ സംസാരിച്ചു. ആവിയന്ത്രം കണ്ടുപിടിച്ചതോടുകൂടി ഒന്നാം വ്യവസായ വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് സംഭവിക്കുകയുണ്ടായി. തുടർന്ന് വൈദ്യുതി കണ്ടുപിടിക്കുന്നതോടുകൂടി രണ്ടാം വ്യവസായ വിപ്ലവത്തിൻ്റെ ഘട്ടവും ഡിജിറ്റൽ സാങ്കേതികവിദ്യയും ഇൻഫർമേഷൻ ടെക്നോളജിയും അഭൂതപൂർവമായ and attained a district title as Intel Certified AI Campus, a significant milestone that marks a new stage in our institution's dedication, innovation, knowledge, and advancement. I would like to take this opportunity to congratulate all the students and faculty who have qualified to receive Intel AI certificates today. മാള പൊയ്യയിൽ വീട്ടിൽ അനധികൃതമായി നിർമ്മിച്ച പടക്കം പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്ക്. പോളക്കുളം വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, കരിമ്പാടി വീട്ടിൽ അനൂപ് ദാസ് എന്നിവർക്കാണ് പരിക്ക്. ഇരുവരെയും മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതര പൊള്ളലേറ്റ ഉണ്ണികൃഷ്ണനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ശനിയാഴ്ച രാവിലെയാണ് സംഭവം. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പടക്കം വീട്ടുകാർ സമീപത്തെ പറമ്പിലേക്ക് മാറ്റുകയായിരുന്നു. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് എന്നായിരുന്നു വീട്ടുകാർ പോലീസിനോടും ആശുപത്രിയിലും പറഞ്ഞത്. മാള SI ശ്രീനിയുടെ നേതൃത്വത്തിൽ പരിശോധനയിൽ പടക്കം പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നും സമീപത്തെ പറമ്പിൽ നിന്നും പടക്കവും കണ്ടെത്തുകയായിരുന്നു. കയർ ഭൂവസ്ത്ര വിതാനം ജില്ലാതല ഏകദിന സെമിനാർ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ടൗൺ ഹാളിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. തൃശൂർ MG NREGS JD ആൻഡ് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ R മഹേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റവും കൂടുതൽ കയർ ഭൂവസ്ത്രം വിതാനിച്ച 5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആദരിച്ചു. പഞ്ചായത്തിനുള്ള പുരസ്കാരം പടിയൂർ ഗ്രാമപഞ്ചായത്തും 2ാം സ്ഥാനം അടാട്ട് ഗ്രാമപഞ്ചായത്തും നേടി. പ്രോത്സാഹന സമ്മാനം കൊടകര, വേലൂക്കര, പറപ്പൂക്കര പഞ്ചായത്തുകൾക്ക് ലഭിച്ചു. മികച്ച പഞ്ചായത്തുകൾക്ക് മന്ത്രി ഉപഹാരം നൽകി. കയർ ഭൂവസ്ത്ര വിതാനത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഇൻസ്പെക്ടർമാരായ നാട്ടികയിലെ KS പ്രിക്ക, EK ഷൈനി, KK ജോർജൻ, PV ആയിഷ എന്നിവരും മന്ത്രിയിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. തിരുവനന്തപുരം നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സയന്റിസ്റ്റ് സിബി ജോയ്, ആലപ്പുഴ കയർ കോർപ്പറേഷൻ സെയിൽസ് മാനേജർ അരുൺ രാമചന്ദ്രൻ എന്നിവർ ടെക്നിക്കൽ ക്ലാസുകൾ എടുത്തു. കയർ വികസന വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന കയർ ഭൂവസ്ത്ര വിതാന പദ്ധതി കയർ വികസന പദ്ധതിയാണ്. കുറഞ്ഞ ചിലവിൽ പരിസ്ഥിതി സൌഹാർദ്ദമായി പ്രകൃതിദത്ത നാരിലൂടെ നിർമ്മിക്കുന്ന കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് കൃഷി, മണ്ണ്, ജലസംരക്ഷണം, റോഡ് നിർമ്മാണം എന്ന ആശയമാണ് വിഭാവനം ചെയ്യുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകും. ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ S ഷീബ, അസിസ്റ്റന്റ് ഡയറക്ടർ ദുർഗാദാസ്, K രാജൻ, തൃശൂർ പ്രോജക്ട് ഓഫീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ VN സജിത് കുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ജനപ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ, എഞ്ചിനീയർമാർ എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ ഗവൺമെന്റ് ഫെബ്രുവരി മാസത്തിൽ ഞാൻ കൂടി പങ്കെടുക്കുന്ന ഒരു യോഗം ഉണ്ടെന്നറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ 9 പേർ വന്നത് നവംബർ മാസത്തിൽ 175 mm മഴ പെയ്ത 15 വർഷത്തെ മഴാനുഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയ പത്തനംതിട്ട. എല്ലാ ഞായറാഴ്ചകളിലും വെള്ളിക്കുളങ്ങര SHO മുൻപാകെ
ഹാജരാകണം എന്ന കാപ്പ ഉത്തരവ് ലംഘിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിക്കുളങ്ങര അന്നാംപാടം നഹാസ് എന്നറിയപ്പെടുന്ന വലിയകത്ത് വീട്ടിൽ നവാസിനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുടയിൽ കവർച്ചാ കേസിലും വ്യാജരേഖ ചമച്ച കേസിലും കൊടകരയിൽ വധശ്രമ കേസിലും വെള്ളിക്കുളങ്ങരയിൽ മറ്റൊരു വധശ്രമ കേസിലും ഉൾപ്പെടെ 13ഓളം കേസുകളിൽ പ്രതിയാണ് നഹാസ്. യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കേരളത്തിലെ സാധാരണക്കാർക്ക് ആശ്രയമായ റേഷൻ കടകളിൽ അരി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുടെ ലഭ്യതക്കുറവിനെതിരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പൊതുവിതരണ മേഖലയിലെ ഒത്തുകളി ആരോപിച്ചും യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻസൺ നടവരമ്പൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അനിൽ ലാൽ കെ, മണ്ഡലം പ്രസിഡന്റുമാരായ അഭിജിത് ശ്രീനിവാസൻ, ജൈഫൻ മാനാടൻ, NP പ്രവീൺ, സൂരജ് സുകുമാരൻ, KSU ജില്ലാ സെക്രട്ടറി അനന്തു VR, നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ സിജോ ഇട്ടീര, ശ്രീജിത്ത് PS, നിഖിൽ തങ്കപ്പൻ, അൻസാർ കബീർ, ലിജോ വട്ടേക്കാട്, ആശംസ് P ദയാൽ, ടിനോ കുര്യൻ, സൌരവ് ബിനീഷ് എന്നിവർ പ്രസംഗിച്ചു. ബെസ്റ്റിൻ ഫ്രാൻസിസ്, ജെറിൻ ദേവസി, അമൽ ദേവ്, അഭിഷേക് ജോയ്, ആൽവിൻ ബെന്നി, അജിത്, ജോസ്മോൻ, ആൽവിൻ റോയ്, ആരോൺ, ടിൻഡോ തോമസ്, ജയപ്രകാശ് വേണു, ജിത്തു, ES അൽത്താഫ് എന്നിവർ നേതൃത്വം നൽകി. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുന്ന സാധാരണക്കാർ അവരുടെ വീട്ടിലെ ഭക്ഷണത്തിന് അരി വാങ്ങുന്നതിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടിൻപ്രദേശത്ത് പ്രാദേശികമായിട്ട് നിൽക്കുന്ന റേഷൻ കടകളിലാണ്. ആ റേഷൻ കടകളിലേക്ക് അവൻ അന്നത്തെ ഭക്ഷണത്തിന് അവൻ്റെ കുടുംബം പോറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അരി മേടിക്കാൻ വരുമ്പോൾ കൈമലർത്തി കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ ഭക്ഷ്യവിതരണ വകുപ്പ് അധപ്പതിച്ചു പോയതിൻ്റെ ഒറ്റ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ നാട്ടിലെ സർക്കാരും അതിൻ്റെ നേതാവായിട്ടിരിക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരടക്കമാണ്. അവർക്കൊക്കെ കൃത്യമായിട്ട് അലവൻസ് കാര്യങ്ങളും ഭക്ഷണം മേടിക്കുന്നതിനും അവർക്കൊരു നേരം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7525 രൂപ, പവന് 60,200 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം 2025-26 വാർഷിക പദ്ധതി വികസന സെമിനാർ നടത്തി. സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലെ ആദ്യത്തെ AI ക്യാമ്പസാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ പോലീസ് പിടികൂടി. കയർ ഭൂവസ്ത്ര വിതാനം ജില്ലാതല ഏകദിന സെമിനാർ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. മാള പൊയ്യയിൽ വീട്ടിൽ അനധികൃതമായി നിർമ്മിച്ചിരുന്ന പടക്കം പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്ക്.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.